വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ക്വസഡിലാസ് ആണ്. ബൗളിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മിക്സഡ് ഹെർബ്സ്, 4 വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള പഞ്ചസാര, 1 നുള്ള ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ചൂട് പാടില്ല, നേരിയ ചൂടുവെള്ളം, നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് എത്ര. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ നേരിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കണം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ ടവൽ മുകളിലിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നന്നായി മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. നമ്മളിത് ഓയിലൊക്കെ ഇത് നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ച് ഒരു 7 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഓയിൽ ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി മൂടി ഒരു 7 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർക്കാം, ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. സവാള ക്യാപ്സിക്കം ഒക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുകൊണ്ട് ആവശ്യമില്ല. അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും ഒരുപാട് വേവണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ മൈദമാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കത് ചെറിയ ഓരോ ബോളുകളാക്കാം, ചെറിയ ഒരു ഉരുളകളാക്കാം. 8 ഉരുളകളാക്കിയിട്ടുണ്ട്. ഇത് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ. ഇനി നമുക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് ഇത് നല്ല നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം, ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ടോർട്ടില്ലാസ് ആണിത്. അങ്ങനെ ഓരോന്നും മൈദ ഡസ്റ്റ് ചെയ്ത് ടോർട്ടില്ലാസ് നന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഇപ്പം എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ടോർട്ടില്ലാസ് ഒന്ന് ചുട്ടെടുക്കാം. ഒരുപാട് അങ്ങ് വേവണ്ട, ഹാഫ് കുക്ക് ആയാൽ മതി. ഇപ്പം മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചുട്ടെടുത്ത ടോർട്ടിലയുടെ മുകളിലേക്ക് കുറേശ്ശെ മോസറല്ല ചീസ് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ ഫില്ലിംഗ് ചേർക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിംഗ് ഇടണം. എല്ലാ സൈഡിലേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മോസറല്ല ചീസ് ഇടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും നമ്മളുടെ പിസയേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. ഇനി അടുത്ത ഒരു ടോർട്ടില വെച്ച് നമുക്കിത് മൂടാം. ഇനി നമുക്ക് അതിൻ്റെ 4 സൈഡും നന്നായിട്ട് നമ്മളുടെ ചുറ്റുമൊക്കെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. നമ്മളുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ. ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിലിടരുത്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ക്വസഡിലാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.